പ്രസാദ്, ഇപ്പോൾ പി വി അൻവറിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. മാത്രമല്ല UDF LDF മുന്നണികൾ എല്ലാം അൻവർ ഫാക്ടറിനെ കൃത്യമായി ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എത്ര കണ്ട് അതിനെ താഴ്ത്തി സംസാരിച്ചാൽ പോലും അൻവർ പിടിക്കുന്ന വോട്ട് അതെങ്ങോട്ടേക്കായിരിക്കും, ആർക്കായിരിക്കും അനുകൂലമാവുക, ആർക്കായിരിക്കും പ്രതികൂലമാവുക എന്നുള്ളതൊക്കെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ചർച്ചയാവുന്നത്, എന്തൊക്കെയാണ് ആവേശത്തിന്റെ പുതിയ കാഴ്ചകളുള്ളത്? കേരളത്തിലെ ബിജെപി കളിക്കുന്ന കളിയുടെ കൂടെ കൂടി ഈ സംഗീത വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അൻവർ പിടിക്കുന്ന വോട്ട് ആരുടേതാണ് എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട സർപ്രൈസ് അല്ലെങ്കിൽ ഒരു സസ്പെൻസ് എന്ന് പറയാവുന്നത്. കാരണം UDF-ഉം LDF-ഉം ഒരുപോലെ അവകാശപ്പെടുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള വോട്ട് ചോർച്ചയും ഉണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ 9 വർഷമായി ഇവിടുത്തെ MLA ആയിരുന്ന, അതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അൻവർ സ്വതന്ത്രനായി മത്സരിച്ച സമയത്ത് പോലും കൂടുതൽ വോട്ടുകൾ നേടിയ അൻവറിനെ സംബന്ധിച്ചുള്ള അൻവറിന്റെ ജനസ്വാധീനത്തെ നമുക്ക് അങ്ങനെ വില കുറച്ച് കാണാനാകില്ല. LDF-ഉം UDF-ഉം അത് പറയുന്നുണ്ടെങ്കിൽ പോലും അൻവർ പ്രചാരണം നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ സാധാരണക്കാരായ ആളുകൾ അൻവറിനെ സമീപിക്കുന്നതും അൻവർ അവരോട് സംവദിക്കുന്നതുമെല്ലാം തന്നെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ അൻവർ ഒരു വോട്ട് പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് എത്രത്തോളം 10,000 കടക്കുമോ, 15,000 കടക്കുമോ, 20,000 കടക്കുമോ എന്നുള്ളത് പലതരത്തിൽ പല കോണുകളിൽ ചർച്ചയാകുന്നുണ്ട്. ഇപ്പോൾ UDF എല്ലാം തന്നെ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ പറയുന്നത് അൻവർ 10,000-ന് താഴെയുള്ള ഒരു വോട്ട് മാത്രമാണ് അൻവർ പിടിക്കുക എന്നുള്ളതാണ്. ഒരു 15,000 വോട്ട് വരെ പിടിച്ചാലും അൻവർ പിടിച്ചാലും UDF-ന് വിജയം നിഷേധിക്കാനാവില്ല, അല്ലെങ്കിൽ വിജയിക്കുമെന്ന ഉറപ്പ് UDF പറയുമ്പോൾ പോലും അൻവർ നടത്തുന്ന പ്രവർത്തനം ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അജിത്ത് അത് വളരെ വിശദമായി പറയുകയും ചെയ്തതാണ്. അൻവറിന്റെ ഒരു പ്രചാരണ രീതി എന്ന് പറയുന്നത്, ഒരു പ്രചരണ തന്ത്രം എന്ന് പറയുന്നത് മറ്റു മുന്നണികളിൽ നിന്നും വളരെ വ്യത്യസ്തമായി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്. കാരണം ഇന്നിപ്പോൾ LDF-ന്റെയും UDF-ന്റെയും NDA-യുടെയും എല്ലാം തന്നെ പ്രവർത്തകർ ഈ നിലമ്പൂരിൽ അങ്ങാടിയിൽ കൊട്ടിക്കലാശത്തിൽ നിൽക്കുന്നു. നിലമ്പൂർ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ, ഇപ്പോൾ എടക്കര, വഴിക്കടവ് പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകർ അവിടെ ഒരുമിച്ച് ചേർന്ന് അവരുടെ പരസ്യ പ്രചാരണത്തിന്റെ സമാപനത്തിന് വേണ്ടി ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ സമയത്താണ് അൻവർ തന്റെ പ്രവർത്തകരോട്, നേതാക്കന്മാരോട് പറയുന്നത്, നമ്മൾക്ക് ഈ സമയം, കൊട്ടിക്കലാശത്തിനുള്ള സമയം പരമാവധി ആളുകളെ കാണുന്നതിന് വേണ്ടിയുള്ള അവസരമാക്കി മാറ്റണമെന്ന ഒരു രാഷ്ട്രീയ തന്ത്രം അൻവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അൻവറിന്റെ ഒരു ഇലക്ഷൻ തന്ത്രം എന്ന് പറയുന്നത് മുൻപ് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും സ്വതന്ത്രനായി നിൽക്കുമ്പോൾ, LDF-ന്റെയും UDF-ന്റെയും NDA-യുടെയും ഭാഗമല്ലാതെ അൻവർ നിൽക്കുമ്പോൾ അത് ഈ ജനങ്ങളെ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നുള്ളത് അറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം തന്നെ വളരെ കൗതുകത്തോടു കൂടി തന്നെയാണ് അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ നോക്കുന്നത്. ഇപ്പോൾ ഈ കൊട്ടിക്കലാശം നടക്കുന്ന ഈ നിലമ്പൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ LDF-ന്റെയും അതോടൊപ്പം NDA-യുടെയും അല്പസമയത്തിനകം തന്നെ UDF-ന്റെയും എല്ലാ സ്ഥാനാർത്ഥികൾ ഈ സ്ഥലത്തേക്ക് ഇവിടെ ഒരുമിച്ച് ചേരുമ്പോൾ LDF-ന്റെയും NDA-യുടെയും എല്ലാം തന്നെ സ്ഥാനാർത്ഥികൾ വളരെ നേരത്തെ തന്നെ, പതിവിൽ നിന്നും വ്യത്യസ്തമായി സാധാരണ 6 മണി വരെയാണ് കൊട്ടിക്കലാശമെങ്കിൽ 5 മണിയോടൊക്കെയാണ് മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥാനാർത്ഥി ആ കൊട്ടിക്കലാശം നടക്കുന്ന പോയിന്റിലേക്ക് വരുന്നത് കാണുക. അതിനേക്കാൾ നേരത്തെ തന്നെ LDF-ന്റെയും NDA-യുടെയും എല്ലാം തന്നെ സ്ഥാനാർത്ഥികൾ വന്നു. അവരോടെല്ലാം സംസാരിക്കുമ്പോൾ അത്രയേറെ ആവേശത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി അവർ അവരുടെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നു. ഈ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ, ഏറ്റവും കൂടുതൽ ആദ്യത്തെ ഈ മണ്ഡലം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിയാണ് കുഞ്ഞാലി, അദ്ദേഹമാണ് ഇവിടെ വിജയിച്ചതെങ്കിൽ പിന്നീട് കോൺഗ്രസിന്റെ ഒരു വളർച്ചയാണ് നമ്മൾ ഈ മണ്ഡലത്തിൽ കാണുന്നത്. ആര്യാടൻ മുഹമ്മദ് 3 പതിറ്റാണ്ടിലേറെ കാലം കൈവശം വെച്ചിരുന്ന ഒരു മണ്ഡലം, നിരവധി തവണ മന്ത്രിയായിരുന്ന ഒരു മണ്ഡലം, അങ്ങനെ കോൺഗ്രസിന് വലിയ തോതിൽ സ്വാധീനമുള്ള, അല്ലെങ്കിൽ അവർക്കൊരു ശക്തി കേന്ദ്രമായി മാറിയ ഒരു മണ്ഡലത്തിലാണ് LDF കഴിഞ്ഞ 2 തവണ വിജയിച്ചത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർ PV അൻവറിനെ ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ LDF-ന്റെ ഭാഗമായി നിന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ആദ്യത്തെ കുഞ്ഞാലിയുടെ വിജയത്തിന് ശേഷം നോക്കുമ്പോൾ പിന്നീടുള്ള ജയങ്ങളെല്ലാം TK ഹംസ 1 തവണ വിജയിച്ചപ്പോഴും PV അൻവർ 2 തവണ വിജയിച്ചപ്പോഴുമെല്ലാം അവർ ആ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ മത്സരിച്ച സമയത്ത് CPM ചിഹ്നത്തിലാണ് മത്സരിച്ചെങ്കിൽ പോലും ശ്രീരാമകൃഷ്ണൻ അവിടെ വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ നല്ലൊരു മത്സരം നടത്താൻ കഴിഞ്ഞു. അതുപോലെ
എം സ്വരാജ് അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ്, അദ്ദേഹത്തിൻ്റെ നാട്, അദ്ദേഹത്തിൻ്റെ ആദ്യമായാണ്. അപ്പോൾ അദ്ദേഹം 2 തവണ മുമ്പ് മത്സരിച്ചെങ്കിൽ പോലും ഈ നിലമ്പൂരിൽ മത്സരിക്കുന്നതിൻ്റെ ആവേശം ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം എല്ലാം വരുന്ന സമയത്ത് എം സ്വരാജിന് പകരം മറ്റു പല പേരുകളുമായിരുന്നു കേട്ടിരുന്നത്. എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ ഒരു ആവേശം നമ്മളെല്ലാം തന്നെ കണ്ടതാണ്. അപ്പോൾ പാർട്ടി ഒന്നാകെ ഏറ്റെടുക്കുന്ന, LDF ഒന്നാകെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രത്തോളം ആവേശത്തോടു കൂടി ഇവിടുത്തെ പ്രവർത്തകർ, LDFന്റെ പ്രവർത്തകർ വളരെ ചിട്ടയായ ഒരു പ്രവർത്തനം നടത്തി. UDFനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത്, അദ്ദേഹം 2ാം തവണയാണ് ഇവിടെ മത്സരിക്കുന്നത്. 2016 മത്സരിച്ചപ്പോൾ PV അൻവറിനോട് വലിയ തോതിലുള്ളൊരു പരാജയം അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ മത്സരിക്കുമ്പോൾ വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ, ഒരുപാട് അനുകൂല ഘടകങ്ങൾ അവർ പറയുന്നുണ്ട്. UDF കഴിഞ്ഞ 9 വർഷമായി നിൽക്കുന്ന LDFനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഈ മണ്ഡലത്തിലുണ്ട്, അത് വോട്ടായി മാറുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള ദേശീയ നേതാവ് തന്നെ ഇവിടെ വന്ന് പ്രചരണം നടത്തുന്നു. സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് അങ്ങനെ സംഭവിക്കാറില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധി വയനാട് MP ആയതുകൊണ്ടുകൂടി അവരുടെ കൂടി നിയമസഭാ മണ്ഡലമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നത്. അങ്ങനെ വലിയ തോതിലുള്ള പ്രചാരണം നടത്തിയിട്ടുള്ളതാണ് UDF. അവരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസമുണ്ട്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ എല്ലാവർക്കും അവരുടേതായ കാരണങ്ങളും വിലയിരുത്തലുകളുമുണ്ട്. ഈ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ആര് വിജയിച്ചാലും ഇതിലുണ്ടാകുന്ന ഒരു നേട്ടം, ഇപ്പോൾ UDF ആണ് വിജയിക്കുന്നതെങ്കിൽ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ ഊർജ്ജമാവും. LDFനാണെങ്കിൽ 3ാം LDF സർക്കാർ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ 3ാമതും കേരളത്തിൽ അധികാരത്തിലേക്ക് വരാം, ഒരു UDFന് സ്വാധീനമുള്ള സ്ഥലത്ത് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവർക്ക് വലിയ നേട്ടമായി മാറും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഓരോ ആളുകളും അവർക്ക് വിജയിക്കാനും അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസത്തിനും അവരുടെ ഓരോരോ കാരണങ്ങൾക്കും കൃത്യമായ കാര്യകാരണ സഹിതം അവർ വിലയിരുത്തുന്നു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 6 മണിയോടുകൂടി അവസാനിക്കുമ്പോൾ അവരുടെ പരസ്യ പ്രചാരണത്തിന് വേണ്ടി അവർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, ഓരോ മുന്നണിയും അവരുടെ നേട്ടങ്ങളും എതിർ മുന്നണികളെക്കുറിച്ചുള്ള അവരുടെ വീഴ്ചകളും എല്ലാം ചൂണ്ടിക്കാട്ടി ആളുകളിൽ ക്യാമ്പയിൻ നടത്തുന്നു, പൊതുയോഗങ്ങൾ നടത്തുന്നു, പരസ്യപ്രചരണം നടത്തുന്നു. ആ പരസ്യപ്രചരണത്തിന്റെ സമാപനത്തിലേക്കാണ് ഇത് പോകുന്നത്. അത്രത്തോളം ഓരോ പ്രവർത്തകരും ആത്മവിശ്വാസത്തിലാണ്, ഓരോ പ്രവർത്തകരും ആവേശത്തിലാണ്. അത് LDFന്റെ ആണെങ്കിലും UDFന്റെ ആണെങ്കിലും NDAയുടെ ആണെങ്കിലും PV അൻവറിൻ്റെതാണെങ്കിലും ഓരോ പ്രവർത്തകരും ഇത്രയേറെ ആത്മവിശ്വാസത്തോടു കൂടി നമ്മളോടൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെയുള്ള ഓരോ വിഷയവും, പ്രാദേശിക വിഷയങ്ങൾ ഉൾപ്പെടെ ദേശീയ വിഷയങ്ങൾ ഉൾപ്പെടെ അന്തർദേശീയ വിഷയങ്ങൾ ഉൾപ്പെടെ ഈ മണ്ഡലത്തിൽ അത് ചർച്ചയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സമീപകാലത്ത് നടന്നിട്ടുള്ള ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിൽ പോലും ഒരു ഘട്ടത്തിൽ ചില പ്രസ്താവനകളുമായി പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന നേതാക്കന്മാരെ നമ്മൾ കണ്ടു. അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ഒരു പ്രാദേശിക വിഷയം മാത്രമല്ല, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടതല്ല, അങ്ങനെ എല്ലാ വിഷയങ്ങളെയും പരാമർശിച്ച് എന്തിനധികം പറയുന്നു, മലപ്പുറം ജില്ലയുടെ രൂപീകരണ വിവാദം ഉൾപ്പെടെ ഇവിടേക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും രാഷ്ട്രീയ നിലപാടുകൾ, പ്രഖ്യാപനങ്ങളും എല്ലാം തന്നെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്.